വെള്ളിയാഴ്ച അമേരിക്കയുടെ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വരാനിരിക്കെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായി. തുടക്കത്തിൽ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് നടത്തിയെങ്കിലും അവസാനം അമേരിക്കൻ ഇൻഡിസസുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഡോ ജോൺസ് 0.05%, S&P 0.3% ഫ്ലാറ്റ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. അതേസമയം നാസ്ഡാക്ക് 0.25% ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു. ഡാക്സ് 0.08%, CSE 0.9%, ഫഡ്സ് 0.34% നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാന്റെ മാർക്കറ്റ് ഇന്ന് ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിരുന്നു. ഇൻഡെക്സ് 53 പോയിന്റ് ഇടിഞ്ഞ് 25,145 ക്ലോസിംഗ് നൽകി. എന്നാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 975 കോടിയുടെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 97 കോടിയുടെയും ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. കൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ വില കഴിഞ്ഞ ദിവസം 0.25% ഇടിഞ്ഞ് $72.5 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് KEC ഇൻ്റർനാഷണൽ. KEC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് സൗദി അറേബ്യയിലേക്ക് 380 kV ട്രാൻസ്മിഷൻ ലൈൻ സപ്ലൈ ചെയ്യാനുള്ള 1423 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ എന്ന കമ്പനി 1400 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തായിരിക്കും കമ്പനി ഫണ്ട് റൈസ് നടത്തുക. ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ എന്ന കമ്പനി അതിൻ്റെ 5.57 കോടി ഷെയറുകൾ TCNS ഹോൾഡിംഗ് എന്ന ഇൻവെസ്റ്റിംഗ് കമ്പനിക്ക് നൽകി 500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അശോക് ബിൽഡ്കോൺ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ വിവ ഹൈവേസ് ലിമിറ്റഡ് അതിൻ്റെ പൂനെയിലുള്ള ലാൻഡ് മോണിറ്റൈസ് ചെയ്ത് 483 കോടി രൂപ നേടിയിട്ടുണ്ട്. L&T ഫിനാൻസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫണ്ട് റൈസ് പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. 175 കോടി രൂപയുടെ ഫണ്ട് റൈസാണ് കമ്പനി 17,500 റെഡീമബിൾ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് നേടുന്നത്. JSW എനർജി എന്ന കമ്പനിക്ക് 55 ലക്ഷം രൂപയുടെ ടാക്സ് പെനാൽറ്റി ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ജിൻഡാൽ സ്റ്റെയിൻലെസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി, ഭാരത് എർത്ത് മൂവേഴ്സ് എന്നിവ നിർമ്മിക്കുന്ന കോച്ചുകൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈ സ്ട്രെങ്ത് ടെമ്പേർഡ് സ്റ്റീൽ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ജിൻഡാൽ സ്റ്റെയിൻലെസ് എന്ന കമ്പനിക്ക് ലഭിച്ചു. സ്കൈ ഗോൾഡ് എന്ന കമ്പനി ഷെയർ സ്വാപ്പ് എഗ്രിമെൻ്റ് വഴി സ്പാർക്ലിംഗ് ചെയിൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, സ്റ്റാർ മംഗല്യസൂത്ര പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുടെ ഓണർഷിപ്പ് അക്വയർ ചെയ്തു. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് പിഡിലൈറ്റ് ആണ്. കോൾടെക് ഗ്രൂപ്പിൻ്റെ ഹൈ പെർഫോമൻസ് അഡിസീവ് ആൻഡ് തെർമൽ സൊല്യൂഷൻസ് ഇന്ത്യയിൽ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന ബ്രാൻഡ് വഴിയായിരിക്കും ഇനി സെൽ ചെയ്യുക. ഇതിനുള്ള എഗ്രിമെൻറ്റ് ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കോൾടെക്സിൻ്റെ ഹൈ പെർഫോമൻസ് അഡിസീവ് ആൻഡ് തെർമൽ സൊല്യൂഷൻസ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിലാണ് പ്രധാനമായും യൂസ് ചെയ്യുന്നത്. ഇത് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ വളർച്ചയ്ക്ക് ചിലപ്പോൾ ഒരു നിർണായകമായ പങ്കുവച്ചേക്കും. കൂടാതെ അക്സോ നോബൽ ഇന്ത്യ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റ്, കമ്പനിയുടെ മധ്യപ്രദേശിലെ ഗോളിയാറിലുള്ള പ്ലാന്റിൽ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. രണ്ട് സ്റ്റോക്കുകളെ ബൈബാക്ക് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. Matrimony.com 72 കോടി രൂപയുടെ ബൈബാക്ക് അനൗൺസ് ചെയ്തു. 1025 രൂപ പെർ ഷെയർ എന്ന റേറ്റുള്ള ബൈബാക്കാണ് Matrimony.com നടത്തുന്നത്. ന്യൂക്ലിയർ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് എന്ന കമ്പനി 72 കോടി രൂപയുടെ ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ബൈബാക്ക് സെപ്റ്റംബർ 9 മുതൽ സെപ്റ്റംബർ 13 വരെ നടക്കും. വീനസ് പൈപ്പ് എന്ന കമ്പനിയുടെ ഓഫീസിൽ റവന്യൂ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റിൻ്റെ സെർച്ച് നടക്കുകയാണ്. ഏകദേശം 5 കോടി രൂപയുടെ ഇറക്കുമതി തീരുവ വെട്ടിച്ചു എന്നുള്ള ആരോപണത്തിന് മുകളിലാണ് വീനസ് പൈപ്പിൻ്റെ ഓഫീസിൽ റവന്യൂ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് സെർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വീനസ് പൈപ്പ് എന്ന സ്റ്റോക്ക് വോളറ്റൈലാകാൻ സാധ്യതയുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളും ഫണ്ട് റൈസ് ചെയ്യുകയാണ്. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രൊജക്റ്റ് എന്ന കമ്പനി 5000 കോടി രൂപയുടെ ഫണ്ട് QIP വഴി റൈസ് ചെയ്യുന്നു. 1674 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രൊജക്റ്റ് ലിമിറ്റഡ് അതിൻ്റെ സ്റ്റേക്കുകൾ സെൽ ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.